എടാ അത് വളരെ മോശം തീരുമാനമാണ് ക്ലബിന്റെ. ലൈക്ക് ചാവി അല്ല എനിക്ക് തോന്നുന്നു അതിന് കാരണം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു തിരിച്ചു വന്ന 9ാം സ്ഥാനവും മതിയായിരുന്നു ചാവി വരുന്നതിന് മുമ്പ്. അപ്പൊ അതിന്ന് അവരെ കൊണ്ട് ലാലിക അടുപ്പിച്ചു. 9ാം സ്ഥാനോ? ആടാ ബാർസ ചാവി വരുന്നതിന് മുമ്പ് 9th പൊസിഷനോ മറ്റായിരുന്നു. അത്ര മോശം പൊസിഷനാണ് അവൻ കൊണ്ടുവന്ന് ലീഗ് അടുപ്പിച്ച്. കഴിഞ്ഞ സീസൺ ലാലിക അടിക്കുകയും ചെയ്തായിരുന്നല്ലോ. ഓ എടാ എൻഡ് സീസൺ അല്ല, മിഡ് സീസൺ അല്ലേ? മിഡ് സീസൺ. അപ്പോഴാണല്ലോ ചാവിനെ കൊണ്ടുവന്ന്, എന്നിട്ടാണ് അവൻ അടുപ്പിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി മാനേജറിനെ, അതും ഇപ്പോഴുള്ള കുറച്ച് പുവർ പെർഫോമൻസിന്റെ പേരിൽ മാത്രം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കുന്നത് അത്ര നല്ലൊരു ഇതല്ലാന്ന് എനിക്ക് തോന്നിയത്, തീരുമാനമല്ലാന്ന് എനിക്ക് തോന്നുന്നു. പല 2 ടേക്ക് ഉണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന പ്ലേയേഴ്സ് ഒന്നും ക്ലിക്ക് ആയില്ല എന്നും പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ കളിക്കുന്ന ഫുട്ബോളും ഒരു സുഖമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതൊരു ഇപ്പൊ അതൊരു റീസൺ ആയിട്ട് അവനെ പെട്ടെന്ന് കളയണതിൽ ഒരു അർത്ഥമില്ല. അറ്റ്ലീസ്റ്റ് എൻഡ് ഓഫ് ദ സീസൺ നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണമായിരുന്നു നല്ലത് എനിക്ക് തോന്നിയത്. അല്ല അവനെ ഷാവി സ്വയം പോകുന്നതാണല്ലോ, അവനാരും കളയുന്നല്ലോ. അതിന് പക്ഷെ ഫോഴ്സ്ഡ് ഔട്ട് ആണ്. അതെന്താ എങ്ങനെയാ ബാർസലോണ സ്ഥിരം ചെയ്യാരെന്ന് നമുക്കറിയാലോ. ഞാൻ വെറുതെ പറയുന്നില്ല. ലൈക്ക് എനിക്ക് എന്റെ അഭിപ്രായത്തില് ഇത്രയും പുവർ മാനേജ്മെന്റ് ചെൽസിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ബാർസ ആയിരിക്കും. ചെൽസി അറ്റ്ലീസ്റ്റ് അബ്രോമോവിച്ച് വരുന്നവരെ ഒക്കെ ആയിരുന്നു. ഇപ്പോ അവർക്കൊരു പ്രശ്നത്തിലാണെങ്കിലും ഐ തിങ്ക് ദേ വിൽ ട്രൈ ടു കം ബാക്ക് ഇഫ് ദ മാനേജ്മെന്റ്. പിന്നെ യുണൈറ്റഡും അത് മറന്നില്ല, യുണൈറ്റഡിന്റെ അത് വേറെ. സോ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ബാർസേനെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ളൂ, വേറെ ആരെയും ബ്ലെയിം ചെയ്യാനില്ല. കോച്ചും പ്ലേയേഴ്സും ഒന്നല്ല കാരണം, അവരുടെ ഇതന്നെയാണ്, മാനേജ്മെന്റ് തന്നെയാണ്, ക്ലബ് തന്നെയാണ് കാരണം ഈ ഒരു സിറ്റുവേഷൻ. ആൻഡ് ഇനി എനിക്ക് തോന്നുന്നില്ല വേറൊരാൾ വന്നുകൊണ്ട് ബെറ്റർ ആവും. അതായത് ഷാവിയും പിന്നെ ലെവൻഡോസ്കിയും പിന്നെ ബാക്കി പ്ലേയേഴ്സ് ആയിട്ടൊക്കെ എന്തൊക്കെയോ സീൻ ഉണ്ടെന്ന്. പക്ഷെ അത് ഒറിജിനൽ ആണോ അല്ലോ എന്നറിയില്ല. അവർ വർക്ക് റേറ്റ് അത്ര ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടെന്തോ ഷാവി ഡിമാൻഡ് ചെയ്യുന്ന അത്ര ഒരു വർക്ക് റേറ്റ് ചെയ്യുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആണ് എന്തോ ലെവൻഡോസ്കി റിലേറ്റഡ് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഗോളൊന്നും അടിക്കുന്നില്ല ലെവൻഡോസ്കി. ഞാൻ വേറെ കേട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ആർഗ്യുമെന്റ് ആണ്, ക്ലോപ്പിന് നമ്മളെ 8 വർഷം കൊടുത്തു, എന്നിട്ട് അവൻ 7 കപ്പാണ് അടിച്ചത്. ലൈക്ക് ഇത്രയും വർഷത്തിൽ ഇടയ്ക്കാണ് അവന് കപ്പ് അടിക്കണത്, എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ലാലിഗ എടുത്തെന്ന് കൊടുത്ത ഒരു മാനേജറിനെ നിങ്ങൾ സെക്കൻഡ് സീസൺ തന്നെ പുറത്താക്കണത് വാലിഡ് ആയിട്ടുള്ളതാണോ എന്നുള്ള രീതിക്ക്. സോ അതിന് പറയാനുള്ള ലൈക്ക് ക്ലോപ്പ് ഒരു പ്രീമിയർ ലീഗിൽ 10th 9th ഒക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരു ക്ലബിനെ എടുത്തിട്ടാണ് ഒരു 5 year പീരീഡിൽ ചാമ്പ്യൻസ് ആക്കി മാറ്റിക്കണേ, മനസ്സിലായോ? ബട്ട് ബാർസലോണ is a team who are expected to finish in like top 4 every time in La Liga, right? So അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു എടുത്തിട്ടാണ് ഷാവി കളിക്കണം. സോ കഴിഞ്ഞ സീസണിൽ നല്ലപോലെ കളിച്ചില്ല. ഈ സീസണിൽ അവന്റെ ഡിസിഷൻ മേക്കിങ്ങും പ്ലേയിങ് സ്റ്റൈലും അതുപോലെ തന്നെ ചില സമയത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിസ്റ്റൻസും ലൈനപ്പിന്റെ ഡിസ്റ്റൻസും, അതാണ് പറയുന്നത്. ബാർസലോണ മാനേജർ ഇല്ലാതെ കളിച്ചാലും അങ്ങനെ ഫിനിഷ് ചെയ്യും, കാരണം പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയാണ്. മനസ്സിലായോ? പക്ഷെ ഇനി പോയാൽ തന്നെ അടുത്ത മാനേജർ ആരായിരിക്കും വരാ? അങ്ങനെ ഇപ്പൊ നെപ്പോളിന്റെ മാനേജർ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നെപ്പോളിയുടെ മാനേജർ ആരാ? നെപ്പോളിയുടെ മാനേജർ ഇറ്റലിയല്ലേ മാനേജ് ചെയ്യുന്നത്, സ്പാലെറ്റി. ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്ന ഒരു പേര് മിക്കൽ ആർട്ടറ്റെ. ആർട്ടറ്റയും കേട്ടു, പിന്നെ ക്രിയോഫിന്റെ മോന്റെ അങ്ങനെ ആരോ കൂടി ഞാൻ കേട്ടായിരുന്നു. എടാ കിക്കേ സെറ്റിയൻ വരുവാടാ, അതോ റൊണാൾഡ് കോമാൻ വരും? മോനെ ഞാൻ പറയാം, നല്ല മാനേജർ അങ്ങനെ എന്തോ കേട്ടായിരുന്നു. ചങ്ങായി ഇപ്പൊ പോയ ക്ലബിൽ നല്ല മാനേജിങ് അങ്ങനെ എന്തോ കേട്ടെ, കോച്ചിങ്. പേടിക്കണ്ട, വെസ്റ്റ് ഹാം ഇപ്പൊ പുറത്താക്കും, ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞ് നിക്ക. കളർഫുൾ ആവട്ടെ ലാലിഗ.